കുഞ്ഞുങ്ങളെ ഒരു കഥ പറയട്ടെ. കഥ ഇഷ്ടമല്ലേ? ഈ കഥ ഞാൻ നിങ്ങളെപ്പോലെ 2ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പഠിച്ച ഒരു കഥ. 2ാം ക്ലാസ്സിൽ. ആ കഥയുടെ പേര് ചൈത്രനും മൈത്രനും എന്നായിരുന്നു. ഇന്നുള്ളതുപോലെ സ്കൂളിൽ പോയല്ല അന്ന് കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നത്. അന്ന് ഗുരു അല്ലെങ്കിൽ അധ്യാപകൻ്റെ, ടീച്ചറിൻ്റെ ഭവനത്തിൽ താമസിച്ച് നടത്തുന്ന ഗുരുകുല സമ്പ്രദായമായിരുന്നു. അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഗുരുകുല സമ്പ്രദായം. സ്കൂളിലല്ല, സ്കൂള് അധ്യാപകൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവിടെ താമസിച്ച് പഠിക്കുകയാണ്. ആ ഗുരുവിൻ്റെ 2 ശിഷ്യന്മാരായിരുന്നു ചൈത്രനും മൈത്രനും. അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയപ്പോൾ ഇന്നുള്ളതുപോലുള്ള എഴുത്ത് പരീക്ഷയൊന്നുമല്ലായിരുന്നു. അവരെ ഗുരു ഒരു പരീക്ഷ നടത്തുകയാണ്. അതൊരു പ്രാക്ടിക്കൽ നോളജ് എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കുകയാണ്. ചൈത്രൻ്റെയും മൈത്രൻ്റെയും കയ്യിൽ ഓരോ നാണയം കൊടുത്തിട്ട് ഗുരു അവർക്ക് ഓരോ മുറികൾ കാണിച്ചു കൊടുത്തിട്ട് അവരോട് പറഞ്ഞു, ഈ നാണയം കൊണ്ട് ഈ മുറിയിൽ വാങ്ങി നിറയ്ക്കാവുന്നത് നിങ്ങൾക്ക് വാങ്ങി നിറയ്ക്കാമെന്ന്. കഥ കേൾക്കുന്നുണ്ടോ? കഥ കേൾക്കുന്നുണ്ടോ? എന്താണ് കുട്ടികളുടെ പേരെന്തുവായിരുന്നു? ആ കുട്ടികളുടെ പേരെന്തോ പറഞ്ഞേ? ചൈത്രനും മൈത്രനും. അപ്പോൾ അവർക്ക് 2 പേർക്കും ഓരോ നാണയം കൊടുത്തു. ആ നാണയം കൊടുത്തിട്ട് ഗുരു ഒരു മുറി കാണിച്ചു കൊടുത്തു. ഓരോ മുറിയിലും നിങ്ങൾക്ക് വാങ്ങി നിറയ്ക്കാവുന്നത് വാങ്ങി നിറയ്ക്കാൻ പറഞ്ഞു. മൈത്രൻ വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ചപ്പ് ചവറുകൾ കയറ്റുന്ന ഒരു ലോറി കണ്ടു, ഒരു വാഹനം. ഈ നാണയം ആ ലോറി ഡ്രൈവറുടെ കയ്യിൽ കൊടുത്തിട്ട് മൈത്രൻ പറഞ്ഞു, ഇത് കൊണ്ടുവന്ന് ഞാൻ കാണിക്കുന്ന മുറിയിലേക്ക് നിറയ്ക്കാൻ പറഞ്ഞു. അയാൾ അതുപോലെ കൊണ്ടുവന്ന് ഈ മുറി മുഴുവൻ ഈ ചപ്പ് ചവറുകൾ കൊണ്ട് നിറച്ചു. ചൈത്രൻ വെളിയിലേക്ക് ഇറങ്ങിയ അയാൾക്കും വലിയ ഗ്രാഹ്യമില്ല എന്താ ചെയ്യേണ്ടത്. പക്ഷെ അയാൾ നടന്നു പോയപ്പോൾ അയാൾ ആരാധിക്കുന്ന ഒരു ദേവൻ്റെ പടം കണ്ടു. ഒരു അല്പം പണം കൊടുത്ത് ആ പടം വാങ്ങിച്ചു. ഒരു ചന്ദനത്തിരി വാങ്ങിച്ചു. ഒരു മുല്ലപ്പൂമാല വാങ്ങിച്ചു. അയാൾ ആ മുറിയിലേക്ക് കടന്ന് മുറിയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഈ ചിത്രം അവിടെ വെച്ച് മാല അതിലിട്ട് ചന്ദനത്തിരി കത്തിച്ചു വെച്ചു. ഗുരു പരീക്ഷിക്കുവാനായിട്ട് വരികയാണ്. മൈത്രൻ്റെ മുറിയുടെ സമീപം എത്തിയപ്പോഴേ വലിയ ദുർഗന്ധമാണ്. ഗുരു മുറി തുറന്നു നോക്കി പോലുമില്ല, അവിടെ നിന്ന് മാറി. ചൈത്രൻ്റെ മുറിയുടെ സമീപം എത്തിയപ്പോൾ നല്ല സുഗന്ധം. മുറി തുറന്ന് ഗുരു ഉള്ളിൽ പ്രവേശിച്ച് വളരെ ഹൃദയം നിറഞ്ഞ് സന്തോഷിച്ചതായിട്ടാണ് ആ കഥയിൽ. ഈ 2 മുറിയും, ഇനി ശ്രദ്ധിക്കണേ, ഈ 2 മുറിയും നമ്മുടെ മനസ്സിൻ്റെ 2 അവസ്ഥകളാണ്.